സാർ അല്ലേ ഇത്? ഡോൺ സാർ എവിടെയായിരുന്നു ഇത്ര നാളും? പറയൂ സാർ. സാർ കുറെ നാളായിട്ട് കണ്ടില്ലല്ലോ. ചേട്ടൻ എവിടെയായിരുന്നു ചേട്ടാ? വീട്ടിലോ? എന്താ ചേട്ടൻ ആരെയും കാണാൻ പുറത്ത്? സാർ ആരാ സാർ? സാറിന്റെ വീട് എവിടെയാ? എന്റെ കോണത്തുനിന്ന്. ഓ, കോണത്തുകുന്ന. യെസ്. താങ്കൾക്ക് സുഖാണോ? ഒരു സുഖമില്ല. അസുഖ? ഡിംപിൾ റോസ് നീലക്കുയിലാണോ? ആ ചേച്ചി ഇപ്പൊ ഇത്ര നാൾ എവിടെയായിരുന്നു ചേച്ചി? ചേച്ചിനെ കാട്ടില്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളൊരു കുട്ടി ട്രിപ്പിന് പോവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ഞങ്ങൾ 4 പേരും ഒന്നിച്ചൊരു ട്രിപ്പ്. ഞങ്ങളങ്ങനെ പോയിട്ടുണ്ടാവില്ല. ആകെ ഒരു ട്രിപ്പ് പോയത് ഞാൻ ചാക്കോച്ചനുമായിട്ട് കൺസീവ് ചെയ്തിരുന്ന സമയത്താണ്. എനിക്ക് തോന്നുന്നു ഒരു 3 മന്ത്സോ 2 മന്ത്സോ ഉള്ളപ്പോഴാണ് ഞങ്ങൾ ട്രാവൽ ചെയ്ത് പോണത് കേട്ടോ. അതിനുശേഷം ശരിക്കും ഒരു 2.5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോണത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ത്രിൽഡായിരുന്നു ഞങ്ങളെല്ലാവരും. പിള്ളേരായിക്കോട്ടെ, പെട്ടെന്നുണ്ടായ പ്ലാൻ. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യുമ്പോഴാണ് ഒരു കാര്യങ്ങളും നടക്കാത്തതെന്ന് എനിക്ക് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ സഡൻലി പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നി കേട്ടോ. അപ്പം ഞങ്ങളോട് ഡാഡിയും മമ്മിയും പറഞ്ഞു, നിങ്ങൾ കപ്പിൾസായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് പോയിട്ട് വായോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പ്ലാൻ ചെയ്യുമ്പം അധികം ദൂരമൊന്നും പോകാൻ പറ്റില്ല. ഒരു ഷോർട്ട് ട്രിപ്പ് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം പിള്ളേർക്ക് തിങ്കളാഴ്ച അതായത് നമ്മൾ സൺഡേ ആണ് പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പം മൺഡേ സ്കൂളിൽ പോകണം. അതിനൊന്നും ഒരു മുടക്കം വരാത്ത രീതിയിൽ പോയിട്ട് വരാം എന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ പോയപ്പോൾ. നല്ലൊരു തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഴ പെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ എന്താണ്, വണ്ടിയിൽ കയറിയപ്പോൾ തോമൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിളിൻ്റെ കൂടെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആണ്. ഇന്ന് ഡോൺ ചേട്ടന് പണി കിട്ടിയത്, ഡോൺ ചേട്ടനല്ല പോയപ്പോൾ വണ്ടി ഓടിച്ചത്, ആൻസൺ ചേട്ടനാണ്. സോ ചാക്കോയ്ക്ക് അപ്പയുടെ കൂടെ ഇരുന്നാൽ മതിയല്ലോ. സോ ഞാൻ എസ്കേപ്പ് ആയിട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതറായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റിയത്, ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് കൊള്ളാം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചതും എന്താ കഴിച്ചതെന്നൊക്കെ ഉള്ളത് ഡിംപിൾ കാണിക്കും കേട്ടോ. കാരണം ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. ഞാൻ നോക്കിയപ്പോൾ ഡോൺ ചേട്ടൻ എനിക്ക് വേണ്ടി വ്ളോഗ് എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നു. എനിക്കത് ഭയങ്കര സന്തോഷമായി. പിന്നെ എടുത്ത് തന്ന സാധനം ഇട്ടില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. അങ്ങനെ ഞാൻ വിചാരിച്ചു അവിടെ എവിടെയുള്ളതൊക്കെ ഇടാം, പക്ഷെ ഭയങ്കര എലാബറേറ്റഡ് ചെയ്തുള്ള ഒരു വ്ളോഗ് ഇടണ്ട, അത് ഡിംപിൾ ഇട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളും ഒക്കെ ഡിംപിൾ ഇടും. കാരണം നമ്മൾ അടിപൊളി കുറേ സാധനങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, നല്ല കാടും മേടും ഒക്കെ താണ്ടി എനിക്ക് ആകെയുള്ളൊരു ആഗ്രഹം പോകുമ്പോൾ ഒരു ആനേനെങ്കിലും കാണണമെന്നായിരുന്നു. പക്ഷെ പോകുമ്പോൾ ഭയങ്കര നിരാശയായിരുന്നു കേട്ടോ. എവിടെ പോയി പോയി വന്നിട്ട് ഇതേ പോത്തിനെ കാണേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. ഞങ്ങളൊരു സ്പോട്ട് കണ്ടപ്പോൾ ഇറങ്ങിയാണ് കേട്ടത്. വെള്ളമൊക്കെ വറ്റി തുടങ്ങി കേട്ടോ. അത്രയ്ക്കും ചൂടാണല്ലോ. അങ്ങനെ ദേ എന്താ പറയുക, എൻ്റെ ക്യാമറ മുമ്പേ ക്ലീൻ അല്ലായിരുന്നു. അതാണ് കേട്ടോ ആ ഒരു ബ്ലർ ഇതിൽ കണ്ടത്. നല്ലൊരു സ്പോട്ടായിരുന്നു. ഫോട്ടോ എനിക്ക് എവിടെ പോയാലും, പ്രത്യേകിച്ച് ഡോൺ ചാൻ്റെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിംപിളിൻ്റെ എടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ആൻസിനും കൂടി ഉള്ളതുകൊണ്ട് ആൻസിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞത് ഡിംപിളിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ചാക്കോ ഹെൽപ്പ് ചെയ്ത് ഇറക്കുകയാണ്. ആൻസൺ ദേ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു സ്പോട്ടിൽ നിർത്തിയപ്പോൾ നമ്മൾ എന്തിനെയോ കണ്ടിട്ട് ഇറങ്ങി വന്നാന്ന് വിചാരിച്ച് അവിടെ കുറേ പേര് വണ്ടി നിർത്തി അത് കാണാനൊക്കെ നിന്നുട്ടോ. ചിരി വന്നു. അപ്പോൾ ദേ ഞാൻ ഡിംപിളിൻ്റെ ആൻസിൻ്റെ ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ. ഊള കോമഡിയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാനും ചിരിപ്പിക്കാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു അസുഖമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് കാണിക്കുക, അവരുടെ മുഖത്തെ സന്തോഷം അനുഭവിക്കുക, അതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ ഡോൺ ചേട്ടനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അതെ നമ്മൾ ഇറങ്ങിയതിൻ്റെ പുറകെ കുറേ പേര് വന്ന് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മൾ പറയാം നമുക്ക് എവിടെയെങ്കിലും പോയി ചായക്കട ഇടാം, അപ്പോൾ ഒരിത് കാണുമല്ലോ എന്ന്. അപ്പോൾ നമ്മൾ വേഗം വേഗം നമുക്ക് ഇതെല്ലാം അവസാനിപ്പിക്കണം കേട്ടോ. കാരണം നമുക്കൊരു എക്സിറ്റ് ടൈമുണ്ട്. കാരണം ഈ കാട്ടിനുള്ളിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതായിരിക്കണം മേ ബി. അതിൽ എത്രത്തോളം കാര്യം ഉണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എടുത്ത് പൊക്കി കറക്കിക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ വെറുതെ ഫോട്ടോസ്, ഞാൻ എൻ്റെ പൊട്ടൻ ചിരിയാണ് കേട്ടോ കാണുന്നത്. എനിക്കിപ്പോൾ കാണുമ്പം ചിരി വരുന്നുണ്ട്. അപ്പം ഞങ്ങളവിടെ നിന്നപ്പോൾ അപ്പുറത്തെ സ്ഥലത്ത് മയിൽ വന്ന്, അക്കരെ മയിലുണ്ടായിരുന്നു കേട്ടോ. അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്തോ ആവോ, സൂം ചെയ്താണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതേ ഡിംപിൾ ഫോട്ടോ പിള്ളേരുടെ എടുക്കുന്നുണ്ട്. എനിക്ക് വലിയവരുടെ ഫോട്ടോ എടുക്കും, പിള്ളേരെ ഞാനാണ് മോസ്റ്റ്ലി എടുക്കുക. അപ്പോൾ അതേ ആൻസർ പറയാം എൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫോട്ടോസ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയൊരു ട്രിപ്പാണ്. പക്ഷെ ഡോൺ ചേട്ടൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു
അങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര സങ്കടാവില്ലേ? അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, "താൻ എനിക്ക് വേണ്ടോളം ബൂസ്റ്റ് തരുന്നില്ല. താൻ വാഗൊണ്ട് മാത്രമേ ബൂസ്റ്റ് തരുന്നുള്ളൂ. തനിക്ക് എന്താ പറയുക വീഡിയോസ് എടുത്തിട്ട് എനിക്ക് തന്നൂടെ. നല്ല ഫോണല്ലേ കയ്യിൽ എന്തായാലും ഇരിക്കണേന്നൊക്കെ" പറഞ്ഞപ്പോൾ അതുകൊണ്ടായിരിക്കണം മേ ബി. അപ്പോൾ ദേ വിസിലടിച്ച് മയിലിനെ വീഴ്ത്താന്ന് തോന്നുന്നു. എന്തിട്ടാണാവോ? അങ്ങനെ നമ്മളിതേ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ടൈം കാറിൽ തന്നെയായിരുന്നു. ബട്ട് ഒരു ചേഞ്ച്. പിള്ളേരുടെ സന്തോഷം. മോറോവർ നമ്മളിങ്ങനൊരു ട്രിപ്പ് പോയിട്ടില്ലല്ലോ. നമ്മൾ അല്ലാണ്ട് നമ്മളെപ്പോഴും 5 പേര് ഒന്നിച്ച് പോയെങ്കിലും ആൻസിനുമായിട്ട് അങ്ങനെ ട്രിപ്പുകൾ നമുക്ക് വളരെ കുറവാണ്. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ആയതിന് ശേഷം ഇല്ലേ ഇല്ല. പിള്ളേരൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങളെപ്പോഴും പോവായിരുന്നു കേട്ടോ. ആ 2020-ൽ ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല. ഇങ്ങനെ ഷോർട്ട് ട്രിപ്പുകളായിരുന്നു. കാരണം കൊറോണ സമയം ആയതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെ വീട്ടിൽ പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക, കഴിക്കാൻ പോവുക അതൊക്കെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ട്രിപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സ്പോട്ടുകളും താണ്ടി താണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് ആ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പച്ചപ്പ് കേട്ടോ. വെയിലത്തുനിന്ന് വന്നതിൻ്റെയാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ സൂര്യൻ ചേട്ടൻ പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഡോൺ ചേട്ടൻ 5:15 ആകുമ്പോൾ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഡോൺ ചേട്ടൻ ഉറങ്ങിയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഡിംപിൾ ആദ്യമേ റെഡിയായി നിന്നു. കാരണം ഡിംപിളാണ് ഇവിടെ ഒഫീഷ്യലി എല്ലാം ലേറ്റ് ആക്കുന്ന ആളുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ 2-3 പ്രാവശ്യം കളിയാക്കി ഇപ്പോൾ എവിടെ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് തൊട്ട് ഡിംപിൾ ഹാളിൽ ദിവാനിൽ വന്നിരിക്കും കേട്ടോ, ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാനായിട്ട്. അപ്പോൾ കണ്ടോ പിള്ളേർ തോമുൻ ഡിംപിളിൻ്റെ മടിയിലിരുന്ന് അപ്പ പാച്ചുവിന് ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പാച്ചു ഇപ്പുറത്തിരിക്കും. ചാക്കോയ്ക്ക് പിന്നെ അപ്പ കഴിഞ്ഞിട്ടുള്ള ലോഗ്യമുള്ളൂ, അല്ലെങ്കിൽ ഞാനാണ് ശരണം, എൻ്റെ മടിയിലേ ഇരിക്കുകയുള്ളൂ. പിന്നെ വേറൊരു സ്ഥലത്തിരുന്നു ചെന്നു. പക്ഷേ ആൻസൺ മാത്രമേ ഇറങ്ങിയുള്ളൂ കേട്ടോ. കാരണം ഒരു കൊക്ക പോലത്തെ ഒരു സെറ്റപ്പാണ്. തോറും ഇറങ്ങി പിള്ളേർക്ക് ശ്രദ്ധ ഇല്ലെങ്കിൽ വീഴും കേട്ടോ. അങ്ങനെ ആൻസൻ്റെ വക ചളികളൊക്കെ കഴിഞ്ഞ് ഡാമിൻ്റെ അവസ്ഥയാട്ടോ നിങ്ങൾ കാണുന്നത്. വെള്ളമൊന്നും ഇല്ലാണ്ട് അത്രയും പൊക്കത്തിലുണ്ടായിരുന്ന വെള്ളമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവരൊന്നും ഇറങ്ങിയില്ല. ഞാൻ ജസ്റ്റ് അത് ആദ്യം കാണിച്ചിട്ട് ആൻസൺ മാത്രമേ ഇറങ്ങിയുള്ളൂ. ഇതിവിടെ ഞാനും ഇറങ്ങി കേട്ടോ. അപ്പോൾ ഡോൺ ചേട്ടനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മറ്റേ നീലക്കുയിലൊക്കെ വന്നിട്ട് ചോദിക്കണ പോലെ ചോദിക്കുകയാണ്, ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റൊക്കെ തരുമോ എന്നൊക്കെ നമ്മൾ കാണില്ലേ, അതുപോലെ ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞാൽ അഭിനയിച്ചാണ്. അപ്പം പൂവാടി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഭയങ്കര കളിയാക്കാണ് ഇവരെ. മറ്റേ മീഡിയ നമ്മൾ എല്ലാവരുടെയും പുറകെ കാണുമ്പോൾ നമുക്ക് ചിരി വരും കേട്ടോ. ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താന്നൊക്കെ വിചാരിക്കില്ലേ നമ്മൾ. അങ്ങനെ കാലൊന്ന് നിവർത്താൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ. ആൻസൺ മാത്രമേ ഇറങ്ങുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വെയിലായതുകൊണ്ട് ഡിംപിൾ എന്തായാലും ഇറങ്ങില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതേ ഒരു ഡാമിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പം അവിടെ ഒന്ന് ജസ്റ്റ് കയറി കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം ഇലാബറേറ്റ് ചെയ്ത് ഈ വ്ളോഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഞാൻ ഡിംപിളിനോട് എടുത്തോളാൻ പറഞ്ഞിട്ട് തുടങ്ങിയ സംഭവമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരെ 3 പേര് കേട്ടോ. അവർ 4 പേരുണ്ടായിരുന്നു. അറ്റത്ത് നിൽക്കുന്ന ചേട്ടന് സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങളെ ഒരു ക്രൂഷ്യലായ ടൈമിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ചേട്ടനാണ് കേട്ടോ. ചെറിയ കാര്യമാണ്, പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് ഇങ്ങനെ പ്ലിങ് അടിച്ച് നിൽക്കുമ്പോൾ ചേട്ടൻ്റെ വകയായിരുന്നു ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണേ. അങ്ങനെ എന്താ പറയുക, ഏതാണ് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ഭക്ഷണം കഴിച്ചു, ശരിക്കും ആ ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് ഡിംപിൾ പറഞ്ഞ് നിങ്ങളെ അറിയിക്കും. ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയുടെ മെയിൻ റീസൺ ഡോൺ ചേട്ടനാണ്. അത് എടുത്തതിൻ്റെ പേരിൽ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒന്ന് എടുത്താൽ ശരിയാണ്. അപ്പോൾ ഡിംപിൾ എടുത്തുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, അതിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂപ്പർക്ക് സങ്കടമാവും. നമ്മളങ്ങനെ നിരുത്സാഹപ്പെടുത്തുമ്പം എടുക്കാനുള്ള ആ ഒരു മൂഡ് പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു, ഇല്ല എനിക്ക് തന്നു, ഞാൻ ഇട്ടോളാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എവിടെയൊക്കെ പോയി എന്തായിരുന്നു നമ്മൾ ചെയ്തതെന്നൊക്കെ ഉള്ളത് ഡിംപിൾ കൃത്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും നീലക്കുയിൽ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ നീലക്കുയിലാണ്. ഡോൺ ചേട്ടൻ എവിടെയായിരുന്നു. അപ്പം ആൻസൺ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, അടിപൊളി സാധനങ്ങൾ തഗ്ഗുകളൊക്കെ അടിക്കും കേട്ടോ. അത് ഞാൻ പറ്റിയാൽ ഹൈലൈറ്റിലിടാം. നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഇടില്ല കേട്ടോ. നോക്കട്ടെ, അതിൻ്റെ വോയിസ് ഞാൻ ശരിക്കും കേട്ട് നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഓരോന്നും കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിച്ച് തുടങ്ങി കേട്ടോ. പിള്ളേർ മാത്രം ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുക. അപ്പം നമ്മൾ വിചാരിച്ചു എല്ലാവരും കൂടെ എവിടെയെങ്കിലും ഒന്നിച്ച് ഇനി 6 പേരും കൂടെ ഒന്നിച്ച് 6 പേര് മീൻസ് 3 കപ്പിൾസും വിത്ത് കിഡ്സ് എവിടെയെങ്കിലും പോകണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സംഭവം എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യും അങ്ങനെയൊക്കെ വിചാരിക്കുമെങ്കിലും ബിസി ഷെഡ്യൂൾ കാരണം നമുക്ക് പറ്റാറില്ല കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് ഇപ്പോൾ ചോദിക്കാറുണ്ട്,
ഡിവൈൻ ഹാമ്പേഴ്സ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കത് വീഡിയോ എടുത്ത് കാണിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് പുറത്ത് പോകാനുള്ള ഇപ്പോൾ ഇവർ സ്കൂളിൽ പോകുമ്പോൾ ശരിക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും ഹാമ്പേഴ്സ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമ്മളത് സെറ്റ് ചെയ്ത് തരും. ആദ്യ കുർബാനയുടെ ഇനിയും പറ്റില്ല. ഓൾമോസ്റ്റ് എല്ലാം 2-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഹാമ്പേഴ്സ് വേണമെങ്കിൽ ഉറപ്പായിട്ടും, അതായത് സ്കൂൾ മാത്രമല്ല, ഇപ്പോൾ ആർക്കെങ്കിലും പാരൻസിന് ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തവരായിരിക്കും അവർ പേരൻസിന് അല്ലെങ്കിൽ ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും എൻ്റെ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് നമ്പർ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞ് കത്തി വെക്കണില്ല. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും, എന്ത് ഹാമ്പർ ആയാലും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമ്മൾ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ലോ ബഡ്ജറ്റ് വിത്ത് ഹൈ ബഡ്ജറ്റ് സാധനങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരിക. എന്തായാലും അത് കാര്യമായിട്ട് ചെയ്ത് കൊടുക്കണം. കാരണം എനിക്ക് കുറേ എൻക്വയറീസ് വരാറുണ്ടെങ്കിലും എനിക്ക് പുറത്ത് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാനത് പിന്നാക്കം വെച്ച് ഡിമ്പിളിൻ്റെ നമ്പർ കൊടുക്കുകയൊക്കെ ചെയ്യാറ്. ഞാൻ ചോദിച്ചു, ഡോൺ ചേട്ടൻ ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ആ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ പൊക്കൂടെ എന്നൊക്കെ പറയൂ കേട്ടോ. ഡിമ്പിളായാലും പറയട്ടെ, തനിക്ക് വരുന്നതൊക്കെ എടുത്തുകൂടെടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ഇനി അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ സമയമൊന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞു. ഞാൻ ഇതിനിടയ്ക്ക് വളരെ ചുരുക്കമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, അതൊരു വിഷമം, എന്താണെന്നറിയില്ല. ചെയ്യാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ ഒന്നും ഇവരെ സമ്മർ ക്യാമ്പിനൊക്കെ സംഭവം വിട്ടു. അപ്പം എനിക്ക് ചെയ്തുകൂടായിരുന്നൊക്കെ തോന്നി. പിന്നെ നമ്മൾ ഈ പൊട്ട ബുദ്ധിക്ക് പൊട്ട സമയത്തിന് എന്താണെന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, പോയ ബുദ്ധി തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ഈ ഒരു എന്താ പറയുക, കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് ഞാൻ ആദ്യം ഇടുമോ ഡിമ്പിൾ ആദ്യം ഇടുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എനിവേ ഇത് എഡിറ്റ് ചെയ്ത് കയറ്റുകയാണ്. ഇന്ന് തിങ്കളാഴ്ച ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പോവാണ്. ഡിമ്പിൾ ചിലപ്പം ഇട്ടില്ല എന്ന് വരും, ലേറ്റ് ആവും. നമ്മൾ തിരിച്ചു വരുമ്പോൾ ആനേനെ കണ്ടു കേട്ടോ. 3 പേരെ കണ്ടു. നടന്ന് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല. ഇവിടെ ഇതിനകത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും ആൾക്കാരെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. ഭയങ്കര സന്തോഷമായി. കാറിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക, ചാടി ഇറങ്ങി ഓടി നോക്കാനൊക്കെ എനിക്ക് തോന്നിയത്. പക്ഷേ അവസ്ഥ കൊണ്ട് നോക്കണമല്ലോ, ഞാൻ അവിടെ നിൽക്കണ്ട. അവരൊരു ഫാമിലി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൾക്കാരുടെ അനക്കം കേട്ടപ്പോൾ അവർ താഴോട്ട് ഇറങ്ങി വന്നില്ല കേട്ടോ. അതേ വരുന്നുണ്ടോ. ഞാൻ പറഞ്ഞ അരിക്കൊമ്പനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ തമാശ പറഞ്ഞ കേട്ടോ. അരിക്കൊമ്പനൊന്നും അല്ല. എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞതാണേ. അപ്പം എല്ലാവരും വന്ന് നിന്ന് നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം സ്പോട്ടിലൊക്കെ പോയി. ഇതിനിടയ്ക്ക് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി. അതൊക്കെ ഡിമ്പിൾ കാണിക്കും. അപ്പം എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം. കുറേ നാളുകളായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ തിരിച്ചു വരുമ്പം വീഡിയോസ് ആൾക്കാർ കാണണം, വ്യൂസ് കൂടണം. അതൊക്കെയാണല്ലോ നമ്മുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഇതുപോലെ തന്നെ മുന്നോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി ദിവസം കഴിഞ്ഞു. ഇനി എന്താ പറയുക, വീട്ടിൽ പോവുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഡിമ്പിൾ അറിയിക്കുന്നതായിരിക്കും. എനിക്കത് ആ കുട്ടി എത്രത്തോളം എടുത്തിട്ടുണ്ടെന്നുള്ളത് ഇനി ദൈവം തമ്പുരാൻ അറിയാം. എനിവേ ഞാൻ എടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ എടുത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്താണ് കേട്ടോ. ഇത് ഞാൻ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. നിങ്ങൾ കണ്ട ഞാൻ ഡോൺ ചേട്ടൻ കാണിച്ചതിൽ ഞാൻ എടുത്ത ഫോട്ടോസ് ഇതൊക്കെയാണ്. ഇത് ഡിമ്പിൾ എടുത്ത് തന്നതാണ് കേട്ടോ. അങ്ങനത്തെ ആൻസിൻ്റെയും ഡിമ്പിളിൻ്റെയും ഒക്കെ ഫോട്ടോസ് ഉണ്ട്. ഭയങ്കര സന്തോഷമായി. കുറേ നാളായി ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ പോയിട്ട് കേട്ടോ. ഈ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് വിശേഷങ്ങൾ. ഇനി വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. നല്ല ചൂടുണ്ട്, മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ചൂടുണ്ട്. അപ്പോൾ മക്കളെയൊക്കെ സേഫ് ആയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ.